ഹലോ ക്ലാസ് ഫോർ ഫാമിലി. സോ ഇന്നായിരുന്നു എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ EVS എക്സാം അല്ലേ. അതുകൂടാതെ തന്നെ ഇന്നത്തോടെ നമ്മുടെ എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ EVS എക്സാം എന്നുള്ള കാര്യം വേഗം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നടന്ന നമ്മുടെ ഓണം എക്സാമിൻ്റെ EVS ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ തന്നെ ആൻസറും കൂടിയാണ് മിസ് സെറ്റാക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. കാരണം ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത വരുന്ന എക്സാമിന് ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് എൻ്റെ 4ാം ക്ലാസ്സിലെ എല്ലാ മക്കളെയും മിസ് വെൽക്കം ചെയ്യാണ്. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഇവിടെ ഓരോ ജീവികളുടെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഏത് ജീവിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെയാണ് മുതുകിൽ കൊഴുപ്പ് സംഭരിക്കുന്ന ജീവി ഏതാണ്? അപ്പോൾ ഫാറ്റിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹമ്പിൽ. അതാരാണ്? യെസ്, ക്യാമൽ അല്ലെങ്കിൽ ഒട്ടകം എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഇനി ത്വക്കിനടിയിൽ കൊഴുപ്പ് ഉപയോഗിക്കുന്ന ധ്രുവപ്രദേശത്തെ ജീവി. അപ്പോൾ ഇവിടെ ധ്രുവപ്രദേശത്തെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അത് പെൻകിനാണ്. സോ ഇവിടെ 2ന്റെ ആൻസർ ഏതാണ്? പെൻകിനാണ്. ഇനി ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്ന ജീവി ഏതാ മക്കളെ? നമ്മുടെ ഗിൽസിന്റെ പ്രസൻസിൽ ശ്വസിക്കുന്നത്. ചെകിളപ്പൂക്കൾ എന്ന് പറയുന്നത് ഗിൽസ് ആണ് അല്ലേ, ഗിൽസ്. ഓക്കെ, അതാരാണ്? ഫിഷാണ്, മത്സ്യമാണ്. ഇനി വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിക്കുന്നത് മൂലം വെള്ളത്തിൽ സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെബ്ഡ് ആയിട്ടുള്ള ഫീറ്റ് ആണ്. വെബ്ഡ് ഫീറ്റ് ആർക്കായിരുന്നു? ഫ്രോഗിനാണ്. അപ്പോൾ ഇവിടെ 4ാമത് വരുന്നത് ഫ്രോഗ് അല്ലെങ്കിൽ തവളയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തവരെല്ലാവരും ഒരു തംസപ്പ് തരാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ദേ ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ഓരോ ഘടകങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തതിൽ എഴുതേണ്ടത്. സോ ആദ്യം നമ്മുടെ വാട്ടർ, ജലം ഉണ്ടല്ലോ. അപ്പോൾ ജലത്തിൻ്റെ യൂസ് എന്താണ്? ജീവികൾക്ക് വസിക്കാനും കുളിക്കാനും കുടിക്കാനും ആവശ്യമായ ഘടകം എന്ന് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് എല്ലാ ജീവികൾക്കും ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകം. ശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുക? എയർ ആണ്, വായുവാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് മണ്ണിന്റെ ഉപയോഗം എന്താ മക്കളെ? മണ്ണാണ് എല്ലാ ജീവികൾക്കും വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. റിക്വയർഡ് ഫോർ ഓൾ ലിവിങ് ബീങ്സ് ടു ലിവ് അല്ലെ, അവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സോയിൽ അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്നത്. സോ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബി പാർട്ട് കഴിഞ്ഞു. ഇനി സി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ സസ്യങ്ങൾ മരുഭൂമിയിൽ വളരുന്നതിന് സഹായിക്കുന്ന അനുകൂല ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ സീറോഫൈറ്റ്സിന്റെ കേസാണ് മക്കൾ എഴുതേണ്ടത് അല്ലെ. ഇന്നലത്തെ ലൈവിൽ മിസ് സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് മരുഭൂമിയിലെ ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ എഴുതേണ്ടത്? ആഴത്തിലുള്ള വേരുകൾ എഴുതണം. പിന്നെ തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ആവരണം, വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും. പിന്നെ ആഴത്തിലുള്ള റൂട്ട് ഉണ്ടായിരിക്കും, നല്ല ഡീപ്പായിട്ടുള്ള റൂട്ട് സിസ്റ്റം ആർക്കുണ്ടായിരിക്കും? നമ്മുടെ കാക്ടസിനും എഗേവിനൊക്കെ ഉണ്ടായിരിക്കും. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള? 2ഉം 4ഉം കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ മക്കൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 1B. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1A എഴുതാം അല്ലെങ്കിൽ 1B എഴുതാം. 1A എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി 1Bയുടെ കേസാണെങ്കിൽ കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. ഇതെവിടെയാണ് വസിക്കുന്നത്, എവിടെയാണ് അവർ ജീവിക്കുന്നത്, അതിൻ്റെ ബേസിൽ നമ്മളോട് എന്ത് ചെയ്യാണ്? ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ ആമ തന്നിട്ടുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രോൺസ് ആണ് തന്നിട്ടുള്ളത്. ചെമ്മീൻ എന്താ ചെയ്യാൻ പറ്റുക? വെള്ളത്തിലാണ് ജീവിക്കാൻ പറ്റുക. സോ വാട്ടർ എന്ന് എഴുതണം. ഇനി അടുത്ത നമ്മുടെ ക്യാമലാണ് തന്നിട്ടുള്ളത്, ഒട്ടകം എവിടെയാണ് ജീവിക്കുക? ലാൻഡിലാണ്, കരയിലാണ്. ഇനി ഫ്രോഗ് തന്നിട്ടുണ്ട് അല്ലേ. ഫ്രോഗ് ആണെങ്കിൽ ബോത്ത് ഓൺ വാട്ടർ ആൻഡ് ലാൻഡ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ തവള. ഇനി ലാസ്റ്റ് ഫിഷ് ആണെങ്കിലോ വാട്ടർ, വെള്ളത്തിലാണ് ജീവിക്കുക. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. കാരണം മിസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് ആമ്പലിൻ്റെയും തവളയുടെയും ഓരോ സവിശേഷതകൾ എഴുതുക. അപ്പോൾ നമ്മുടെ വാട്ടർ ലില്ലി ആൻഡ് ഫ്രോഗിൻ്റെ ഒരൊറ്റ ഫീച്ചർ എഴുതിയാൽ മതി. കുറേ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായാലും ഒറ്റൊന്ന് മാത്രം എഴുതാം. സോ ആമ്പലിന് എന്ത് എഴുതാം? വാക്സ് കോട്ടിംഗ് ഓൺ ലീവ്സ്, ഇലകളിൽ മെഴുകു പോലുള്ള ഒരു ആവരണമുണ്ട്. തവളയ്ക്കാണെങ്കിൽ വെബ്ഡ് ഫീറ്റ് ടു സ്വിം അല്ലെ, നീന്താൻ വേണ്ടി ചർമ്മബന്ധിതമായ കാലുകളുണ്ട്. വേറെ കുറേ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ ആണ്. ധ്രുവ പ്രദേശങ്ങളിൽ വസിക്കുന്ന ജീവി ഏത്? ഡോൾഫിനാണോ, പെൻകിനാണോ, ഒട്ടകമാണോ, ആമയാണോ? ഓപ്ഷൻ ബി പെൻകിനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു
പ്രവർത്തനം 1 എനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് 1 ബി ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതാണ് ആൻസർ ചെയ്തതെന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പ്രവർത്തനം 2 ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കിക്കേ, സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരായിരുന്നു എന്നുള്ള സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ആരായിരുന്നു മക്കളെ? നമ്മുടെ ബ്രിട്ടീഷുകാരായിരുന്നു അല്ലേ? അപ്പോൾ ബ്രിട്ടീഷ് എന്ന് എഴുതണം. ഇനി ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയും കൂട്ടരും സബർമതി ആശ്രമത്തിൽ നിന്ന് ഏത് കടപ്പുറത്തിലോട്ടാണ് ജാതിയായി നീങ്ങിയത്? അപ്പൊ സബർമതി ആശ്രമത്തിൽ നിന്ന് എങ്ങോട്ടാ പോയത്? ദണ്ഡി ബീച്ചിലോട്ടാണ്, ദണ്ഡി കടപ്പുറത്തോട്ടാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇവിടെ ഒരു വ്യക്തിയുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. അവരുടെ പേര് എഴുതണം. ഇദ്ദേഹം നയിച്ച സമരം എന്താണ്? സ്ട്രഗിളിന്റെ പേര് എഴുതണം. സമരം നടന്ന സ്ഥലം ഏതാണ്? പ്ലേസും കൂടി നമ്മൾ എഴുതണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ഏതാണ്? പേരെന്താണ്? നമുക്കറിയാം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ കെ കേളപ്പനാണ് തന്നിട്ടുള്ളത്. ഇദ്ദേഹം നയിച്ച സമരം ഏതാണ്? സ്ട്രഗിൾ ഏതാണ്? സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള അല്ലെ? കേരളത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. സമരം നടന്ന സ്ഥലം ഏതാണ്? കണ്ണൂർ, പയ്യന്നൂർ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പയ്യന്നൂർ എന്ന് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും, കണ്ണൂർ എന്ന് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ കണ്ണൂർ, പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സമരം നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം 3 ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കുളം തന്നിട്ടുണ്ട്. ആ കുളവുമായി ബന്ധപ്പെട്ട ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഏതെല്ലാം ആയിരിക്കും എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പോണ്ട് എക്കോസിസ്റ്റം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്ന ജന്തുക്കൾ, ആനിമൽസ് ഏതൊക്കെയാണ്, അതുകൂടാതെ തന്നെ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതണം. അപ്പോൾ കുറേ എഴുതാം. ഫ്രോഗ് ഉണ്ട് അല്ലേ? ഫ്രോഗ് എഴുതാം. പിന്നെ ഡ്രാഗൺ ഫ്ലൈ, തുമ്പികൾ എഴുതാൻ പറ്റും. പിന്നെ ഫിഷസ്, മത്സ്യങ്ങൾ എഴുതാം. ക്രാബ് എഴുതാൻ പറ്റും. നമ്മുടെ ഞണ്ട് എഴുതാൻ പറ്റും. തന്നെ വാട്ടർ ലില്ലി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ ലില്ലി, ആമ്പലുണ്ട്. പിന്നെ കുളത്തിൽ എന്തുണ്ട്? മോസസ് ഉണ്ട് അല്ലേ? അതായത് പായൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, ജലസസ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ആനിമൽസും അതുകൂടാതെ തന്നെ പ്ലാന്റ്സും എഴുതാനാണ്. അപ്പോൾ ചിത്രം നോക്കിയിട്ട് എൻ്റെ കുട്ടികൾ എല്ലാവരും ഇത് ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 4 എക്കോസിസ്റ്റത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ആവാസ വ്യവസ്ഥയുടെ എക്സാമ്പിൾ എഴുതിക്കൂടെ? 4 ചോദിച്ചു. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ എഴുതാം? ഫീൽഡ് എഴുതാം, ഓഷ്യൻ എഴുതാം, മാൻഗ്രൂവ് ഫോറസ്റ്റ് എഴുതാം, ഗ്രാസ് ലാൻഡ് എഴുതാം. ഫോറസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, ഫീൽഡ് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്. ഡെസേർട്ട്, മരുഭൂമി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 4 ആവാസ വ്യവസ്ഥയുടെ പേര് എഴുതാം. ഇനി കുളത്തിൽ കാണപ്പെടുന്ന ജീവനില്ലാത്ത ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ പേര് എഴുതുക. അതായത് കുളത്തിലുള്ള ഒരു നോൺ ലിവിങ് തിങ്സിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ എഴുതാം, സോയിൽ എഴുതാം, സ്റ്റോൺ എഴുതാം, then air എഴുതാം, സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് ഒരൊറ്റ നോൺ ലിവിങ് തിങ്സ് എഴുതി കഴിഞ്ഞാൽ ഇത് മാർക്ക് കിട്ടും. സോ ഇതൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ചിലപ്പോൾ കുറേ പേർക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്നാണ് മിസ്സിന് തോന്നുന്നത്. നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ്സിൽ അറിയുന്നതായിരിക്കും അല്ലേ? ഇവിടെ നമ്മുടെ ഗാന്ധിജീനെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദേശം എവിടെയാണ്? ഗുജറാത്ത് പോർബന്ദറിലാണ്. ഇനി അടുത്ത ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ദ സ്റ്റോറി ഓഫ് എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. ഓക്കെ, ഇത് ചിലപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അറിയാത്ത മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സമര രീതിയാണ് നോൺ വയലൻസ്, അഹിംസയുടെ രീതിയിലുള്ള സത്യാഗ്രഹയാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന സത്യാഗ്രഹം. ഇനി അടുത്തതാണ് മാതാപിതാക്കളുടെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കരംചന്ദ് ഗാന്ധിയും പിന്നെ പുത്ലിഭായ് ഗാന്ധിയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ചു നോക്കി ശരിയായത് ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലളിതമായ ജീവിതം കറക്റ്റാണ്. ഉയർന്ന ചിന്തയുമുള്ള നേതാവായിരുന്നു ഗാന്ധിജി, അത് കറക്റ്റാണ്. ഇനി കുട്ടികൾ ഗാന്ധിജിയെ നേതാജി എന്നാണ് വിളിച്ചിട്ടുള്ളത്, അല്ല ബാപ്പുജി എന്നാണ് വിളിച്ചിട്ടുള്ളത്. സോ 1 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 1 മാത്രം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എൻ്റെ കുട്ടികൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതും ചിലപ്പോൾ കുറേ പേർക്ക് നല്ല വൃത്തിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സും പേരുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ഒരു എക്സ്ട്രാ റീഡിംഗ് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഭഗത് സിംഗ് ആണ്. രണ്ടാമത് തന്നിട്ടുള്ളത് സരോജിനി നായിഡു ആണ്. മൂന്നാമത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. നാലാമതായിട്ട് തന്നിട്ടുള്ളതാണ് ബാൽ ഗംഗാധർ തിലക്. ദെൻ നാലാമതായിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓക്കെ, അപ്പോൾ അത്രയും മാർക്ക് ചെയ്യാം. ഇനി ചുവടെ കൊടുത്തവയിൽ ഗാന്ധിജിയുടെ മുഴുവൻ പേര്
തിരഞ്ഞെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, മഹാത്മാഗാന്ധി അല്ല, ഇത് രണ്ടുമായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുക. മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, കരംചന്ദ് ഗാന്ധി വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഏതായിരിക്കും? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഇത് നിങ്ങൾ എക്സ്ട്രാ റീഡിങ്ങിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മുടെ പ്രവർത്തനം 5 ലാസ്റ്റ് ആണ്. നമ്മുടെ ബേർഡ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ജനറൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മുത്തശ്ശി മരത്തിൽ നിന്ന് എന്തെല്ലാം പ്രയോജനങ്ങളാണ് കുഞ്ഞിക്കിളിക്ക് കിട്ടുന്നത്? എന്തൊക്കെയാണ് മരത്തിൽ നിന്ന് കിട്ടുക? അവർക്ക് കൂട് കൂട്ടാൻ പറ്റുന്നുണ്ട് അല്ലേ. ദേ ബിൽഡ് നെസ്റ്റ് ആൻഡ് ലീവ് ഇൻ ദ ട്രീസ്. മരത്തിൽ കൂട് വെക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഇത് മുത്തശ്ശി മരത്തിൽ നിന്ന് അവർക്ക് മാംഗോസ് ആണെങ്കിൽ മാംഗോസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫുഡ് എന്ന് എഴുതാം അല്ലേ. അവർക്ക് വേണ്ട ആഹാരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രൊവൈഡ് സേഫ് പ്ലേസ് ടു റെസ്റ്റ്. അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം കൂടി എവിടെയാണ് കിട്ടുന്നത്? ഈ പറയുന്ന മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി അടുത്ത, വനം നശിപ്പിച്ചാൽ ധാരാളം ജീവികൾക്ക് ആശ്രയം ഇല്ലാതെയാകും. വനനശീകരണത്തിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? സേവ് ട്രീസ്, സേവ് ആനിമൽസ് എന്ന് എഴുതാം അല്ലേ. മരങ്ങൾ സംരക്ഷിക്കൂ, ജീവികളെ രക്ഷിക്കാം. അപ്പോൾ 2 പോസ്റ്റർ എഴുതുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അധികം എഴുതരുത്, 2 വാക്കിൽ എന്ത് ചെയ്യണം? നിർത്തണം. 2-3 വാക്കിലെ പോസ്റ്റർ നിർത്തണം. ഇനി ചുവടെ നൽകിയിരിക്കുന്ന മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 3rd ചാപ്റ്ററിന് അങ്ങനെ കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അല്ലേ. ഇവിടെ കിളികളുടെ രീതിയിലായി കഴിഞ്ഞാലും നമ്മുടെ എക്കോ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം, ലാസ്റ്റ് നോക്കിക്കേ, ചുവടെ നൽകിയിരിക്കുന്നതിൽ മനുഷ്യനിർമ്മിത ആവാസം ഏതാണ്? മനുഷ്യനിർമ്മിത ആവാസത്തിൽ വരുന്നത് ഏതൊക്കെയാണ് മക്കളെ? ജൈവ വൈവിധ്യ ഉദ്യാനങ്ങളും വരും, അതുകൂടാതെ തന്നെ കൃഷിയിടങ്ങളും വരും അല്ലേ. ഫാം ലാൻഡും വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ ബയോഡൈവേഴ്സിറ്റി പാർക്കുമാണ് വരുന്നത്. സോ 2 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കുറച്ചെൻ്റെ കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. സോ A ഗ്രേഡ് കിട്ടിയവരെല്ലാവരും വേഗം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ A ഗ്രേഡ് എന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.